സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. മൃതഭൂമിയിൽ നിന്ന് ഗാസക്കാർ സത്യം വിളിച്ചു പറയുന്നു. കേൾക്കാൻ ചെവിയുള്ളവർക്ക് കേൾക്കാം. ഗാസയിലെ ജനങ്ങളിൽ 40,000-ഓളം പേരെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഹമാസ് ആണെന്ന് സ്ത്രീകളടക്കം സാധാരണക്കാർ ആവേശത്തോടെ ഉരുവിടുന്നു. ഹമാസിനുള്ള ശാപവാക്കുകൾ, ഇസ്രയേലിനും ഇസ്രയേലി സൈനികർക്കുമുള്ള അനുഗ്രഹ വചസ്സുകളും അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലോകം കണ്ടു. ഇസ്രയേലി സൈനികരെ സ്നേഹപൂർവ്വം ചുംബിച്ച് അവർ വലിയ ആശ്വാസവും നന്ദിയും പ്രകടിപ്പിക്കുന്നു. അവർ പറഞ്ഞത് പുതിയ വെളിപാടല്ല. ഇസ്രയേലും ഹമാസ് പ്രീണകരല്ലാത്ത പുറം ലോകവും മുമ്പേ പറഞ്ഞത്. സ്ത്രീകളെയും കുട്ടികളെയും വരെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത് ഹമാസ് ആണെന്ന്. വംശം തെരഞ്ഞല്ല ഇസ്രയേൽ തിരിച്ചടിച്ചത്. 2023 ഒക്ടോബർ 7 സംഭവിച്ചതും എപ്പോൾ വേണമെങ്കിലും ആവർത്തിക്കാവുന്നതുമായ ദുഷ്ട ദുരന്തത്തെ നിവാരണം ചെയ്യാനുള്ള നടപടി അതവർക്ക് അനിവാര്യമായിരുന്നു. ജനങ്ങളെ കൊലപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചില്ല. അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ജനങ്ങൾ കൊല്ലപ്പെടാൻ ഇടയാക്കിയത് ഹമാസ് ഭീകര ഭീരുക്കൾ പ്രകോപനമുണ്ടാക്കിയിട്ട് സൈനികരായി പൊരുതാതെ നീണ്ട മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയും തിരിച്ചടി വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ രക്ഷ തേടുകയും ചെയ്തവർ. തങ്ങളിൽ ഓരോരുത്തർക്കും ഒപ്പം 2 അതിലേറെയോ സാധാരണക്കാരെ അവർ ബലിയാടുകളാക്കി. കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ഇരട്ടിയിലേറെയാണ് കൊല്ലപ്പെട്ട സാധാരണക്കാർ. ഗാസക്കാർ എന്നേ തിരിച്ചറിഞ്ഞ കാര്യം. പക്ഷേ അൽ ജസീറയും കൂട്ടരും മുതൽ കേരളത്തിലെ ഹമാസ് പ്രീണകർ വരെ ഇസ്രയേലിന്റെ വംശഹത്യ എന്ന നുണമന്ത്രം നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അനുഭവിച്ച ജനങ്ങൾ പറയുന്നു ഗാസയുടെ ദുരന്തം ഹമാസ് ആണെന്ന്. ഹമാസ് വരുത്തി വെച്ചതാണ് തങ്ങളുടെ സർവ്വ ദുരന്തവുമെന്ന്. മുഴുവൻ ഗാസക്കാരും ഹമാസിന് തള്ളി പറയുന്നു എന്ന് കരുതേണ്ട. യൂതരെ കണ്ടാൽ കുത്തിക്കീറാൻ ആഗ്രഹിക്കുന്നു എന്ന് വളരെ നിസ്സാരമായി പറയുന്ന പാലസ്തീനി ബാലന്മാരുടെ ദൃശ്യങ്ങളും ലോകത്തിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹമാസ് തീവ്രവാദികൾ അത്രമാത്രം യഹൂദ വിരോധവും മതവെറിയും കുത്തിവെച്ച് അങ്ങേയറ്റം റാഡിക്കലൈസ് ചെയ്ത ചെറിയ തലമുറ ഡീറാഡിക്കലൈസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അവർ ഭാവിയുടെ വിപത്തു തന്നെയാണ്. ഹമാസിനെ തിരിച്ചറിഞ്ഞ ഗാസക്കാർക്കും ഇപ്പോഴാണ് വാ തുറക്കാൻ ധൈര്യം വന്നത്. കാരണം അവർ തന്നെ പറയുന്നു, വിമർശിച്ചാൽ ഹമാസ് ദുഷ്ടന്മാർ തങ്ങളെ കഠിനമായി പീഡിപ്പിക്കുകയും ഈയത്തിൽ കുളിപ്പിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന്. വെടിയുണ്ട അഭിഷേകം ഭയന്നാണ് ഇക്കാലം അത്രയും അവർ കഴിഞ്ഞുകൂടിയത്. അവരുടെ ജീവിതം നരകതുല്യമാക്കിയ ദുഷ്ടതയുടെ ആൾരൂപം യഹിയ സിൻവറും കൂട്ടരും ജീവനോടെയില്ല. ഹമാസിന് പഴയപടി പുറമെ തല കാട്ടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ഭയവും നീങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇസ്രയേലിൽ നിന്നുള്ള 250-ലേറെ പേർ ബന്ദികളായത് ദുഷ്ടശത്രുക്കളായ ഹമാസ് ഭീകരർ കടന്നുകയറി തട്ടിക്കൊണ്ടുപോയപ്പോൾ. എന്നാൽ 20 ലക്ഷം ഗാസക്കാർ ഗാസയിൽ തന്നെയാണ് ബന്ദികളായത്. ഇസ്രയേൽ സൈന്യത്താൽ അല്ല. ഗാസക്കാർ തെരഞ്ഞെടുത്ത് അധികാരം കൊടുത്ത് അവരുടെ മേൽ അവരോധിച്ച ഹമാസിനാൽ. ഹമാസ് ഭീകരതയുടെ ഫലം അവർ വേണ്ടുവോളം അനുഭവിച്ചു. യഥാർത്ഥ ഇരകളുടെ സാക്ഷ്യം എന്നതാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിന്റെ പ്രാധാന്യം. അവരുടെ ജന്മഭൂമിയിൽ നിന്നുള്ള വിലാപം അഥവാ പ്രഖ്യാപനം. അവർ ഹമാസിനെ ശപിക്കുന്നു, ഇസ്രയേലിനെയും ഇസ്രയേലി സൈനികരെയും അനുഗ്രഹിക്കുന്നു. ഇസ്രയേൽ ഭരിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ ജീവിതം എത്രമാത്രം മെച്ചപ്പെടുമായിരുന്നു എന്ന് അവർ പറയുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതവും വിദ്യാഭ്യാസവുമെല്ലാം എത്രമാത്രം ഭദ്രമാകുമായിരുന്നു എന്ന്. അവരുടെ അഭിലാഷം പോലെ നല്ലൊരു ഭരണത്തിൽ ക്ഷേമ ജീവിതം നേടിയെടുക്കാൻ ഗാസക്കാർക്ക് അവസരമുണ്ടാകുമോ? ഉണ്ടാകണമെങ്കിൽ ഇറാന്റെ അവസാന ഇടപെടലും ഇല്ലാതാകണമായിരിക്കാം. ഗാസക്കാർ ഹമാസിന് പറയുന്ന ഓരോ ശാപവാക്കിനും
അർഹതയുള്ളവർ ഇവിടെയുണ്ട്. ഗാസാക്കാരുടേതിനേക്കാൾ വലിയൊരു ശാപം ഏറ്റെടുക്കുവാൻ അവരിപ്പോൾ യോഗ്യത തികച്ചു കഴിഞ്ഞു. കോൺഗ്രസ് CPM നേതാക്കൾ മുനമ്പത്തെ പാവപ്പെട്ട ജനതയുടെ മനസ്സ് ശപിക്കാൻ മടിച്ചാലും അവരുടെ വിലാപം നിങ്ങൾക്കെതിരെ ഉയർന്നു കഴിഞ്ഞു. നക്ഷത്രങ്ങൾക്ക് മധ്യേ കൂടുകൂട്ടിയാലും അവരോട് ചെയ്ത ദ്രോഹവും വഞ്ചനയും നിങ്ങൾക്കെതിരെ നിലവിളിക്കും. വഖഫിനെ കൊണ്ട് മുനമ്പത്തുകാരുടെ ജീവിതം കൊടും ദുരന്തത്തിലാക്കിയതിന്റെ ഉത്തരവാദിത്തം രണ്ടു രാഷ്ട്രീയ പക്ഷങ്ങൾക്കുമുണ്ട്. കോടതിയുടെ ഇടപെടൽ നിമിത്തമാണ് വഖഫ് ബോർഡ് മുനമ്പത്തെ ഭൂമി വഖഫ് സ്വത്താക്കി രജിസ്റ്റർ ചെയ്തതെന്ന പാലക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ വെറുതെ തള്ളേണ്ട. അതിൽ രണ്ട് രാഷ്ട്രീയ പക്ഷങ്ങൾക്കുള്ള കുറ്റപത്രങ്ങളുണ്ട്. കോടതികളല്ല നിയമം നിർമ്മിച്ചതെന്ന് നമുക്കറിയാം. റഷീദ് അലി തങ്ങൾ ആരെയും പഴിക്കാതെ ന്യായം കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിയതെങ്കിലും വെളിപ്പെടുന്നത് സർക്കാരുകളുടെ നെറികേടും വഞ്ചനയുമാണ്. വഖഫിന്റെ അധികാരം 2013 നിയമനിർമ്മാണങ്ങളിലൂടെ റീഇൻഫോഴ്സ് ചെയ്ത കോൺഗ്രസ് സർക്കാരുകളുടെ വഞ്ചന. പിന്നെ വഖഫ് ബോർഡിന്റെ മാത്രം വിശദീകരണം കേട്ട് മുനമ്പത്തെ സ്ഥല ഉടമകളോട് വാക്കുരിയാടാതെ സ്ഥലം വഖഫിന്റേതെന്ന് തീർത്തെഴുതിയ അന്വേഷണ കമ്മീഷന്റെ ചതി. ആ കമ്മീഷണർ റിപ്പോർട്ട് അംഗീകാരത്തോടെ കോടതിക്ക് സമർപ്പിച്ച് വഖഫിന്റെ നീക്കങ്ങൾക്ക് സാധ്യതയും സാധുതയും സ്ഥാപിച്ചു കൊടുത്തു അന്നത്തെ ഇടതു സർക്കാരിന്റെ വഞ്ചന. നിയമം കൊണ്ട് മുദ്ര വെച്ച ഈ വഞ്ചനയിൽ നിന്ന് നിയമ നിർമ്മാണത്തിലൂടെയല്ലാതെ എങ്ങനെയാണ് ശാശ്വത മോചനം നേടാനാവുക? അന്ന് ചുരുക്കമായിരുന്ന മുനമ്പത്തെ താമസക്കാർ 1950 മുതൽ 25 വർഷം ഫാറൂഖ് കോളേജുമായി നിരന്തരം ഏറ്റുമുട്ടലിലായിരുന്നു. CRPF ഇടപെടൽ വരെ ആവശ്യമായി വന്ന അസ്വസ്ഥതകൾ. അതിനൊടുവിൽ അവർ നൽകിയ കേസിലാണ് സ്ഥലമുടമ ഫാറൂഖ് കോളേജ് ആണെന്ന് 1975 ഹൈക്കോടതി വിധിച്ചതത്രേ. അതിൽ കോളേജിന്റെ ഉടമസ്ഥതയല്ലാതെ വഖഫിന്റെ അവകാശം പറഞ്ഞതായി അറിവില്ല. അതിനുശേഷമാണ് മുനമ്പത്തുകാർ പണം കൊടുത്ത് സ്ഥലം വാങ്ങി സ്വന്തമാക്കിയത്. ഇതെല്ലാം പല തലമുറകളായുള്ള കാര്യം. ഇതിനകം ചിലരുടെ സ്ഥലം നിയമാനുസൃതം 10ലേറെ തവണ കൈമറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. റഷീദ് അലി തങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചാൽ അച്യുതാനന്ദൻ സർക്കാർ നിയമിച്ച ജസ്റ്റിസ് നിസാർ കമ്മീഷന്റെ ഏകപക്ഷീയ റിപ്പോർട്ടും അത് അംഗീകരിച്ച ഇടതു സർക്കാരിന്റെ നടപടിയുമാണ് 2019 മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്യാൻ കാരണമായ കോടതി വിധിക്ക് അടിസ്ഥാനം. ഇതിനെല്ലാം അടിസ്ഥാനം വഖഫ് എന്ന ഒറ്റ വാക്കുകൊണ്ട് എല്ലാം പിടിച്ചെടുക്കാൻ വഖഫിന് അവസരമൊരുക്കിയ കോൺഗ്രസ് സർക്കാരിന്റെ നിയമനിർമ്മാണങ്ങളും. ഓർക്കുക, മുനമ്പം 1/4 നൂറ്റാണ്ട് അസ്വസ്ഥതയുടെ ഭൂമിയായിരുന്നപ്പോഴും അവിടുത്തെ ജനങ്ങൾ വിലയ്ക്ക് വാങ്ങിയ സ്വത്ത് പോലും വഖഫ് കൈക്കലാക്കാൻ സാധ്യത ഉണ്ടായപ്പോഴുമെല്ലാം കേരളം ഭരിച്ചിരുന്നത് കോൺഗ്രസും CPM-ഉം നയിച്ചിരുന്ന മുന്നണികൾ തന്നെയാണ്. രാജ്യത്ത് പലയിടത്തും ഇത്തരം പ്രതിസന്ധിക്ക് സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് സർക്കാരുകൾ വഖഫ് ബോർഡിനെ മാത്രം ഏകപക്ഷീയമായി റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ 2013 ഇൻക്രിമേഷനെ അഥവാ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥയോടെ വഖഫിന്റെ മാത്രം സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിയമം പാസാക്കി കൊടുത്തതിന്റെ വഞ്ചന എത്ര കൊടിയതാണെന്ന് ഓർക്കുക. മുനമ്പത്തെ ജനങ്ങളെ മാത്രമല്ല, വഖഫ് ബോർഡിന്റെ എല്ലാ ഇരകളെയും വഞ്ചിച്ചതിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസ് പക്ഷത്തിനും ഉത്തരവാദിത്തമുണ്ട്. മുനമ്പ പ്രശ്നം മുഖ്യമന്ത്രിക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? കോടതി പറഞ്ഞിട്ടാണ് വഖഫ് ബോർഡ് ഇടപെട്ടതെന്ന് റഷീദ് അലി തങ്ങൾ പറയുമ്പോൾ കോടതി പറയാതെ പരിഹാരമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കോടതി പറയില്ല എന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ എന്നറിയില്ല. വഖഫിന്റെ സർവം സ്പർശിയും സാർവത്രികവുമായ അവകാശവും അധികാരവും എടുത്തു കളയുന്ന വിധം മോദി സർക്കാർ നിയമം പാസാക്കുക മാത്രമാണ് ശാശ്വതമായ പരിഹാരം.
TG മോഹൻദാസ് ഒരു ചാനൽ അവതരണത്തിൽ വ്യംഗ്യമായി സന്ദേഹിച്ചതുപോലെ അതിനുള്ള താല്പര്യവും ആത്മാർത്ഥതയും മോദി സർക്കാരിന്റെ നീക്കത്തിലും പ്രഖ്യാപനങ്ങളിലും ഉണ്ടോ? ഇരകളായ ജനങ്ങളുടെ യാതനകൾ പരമാവധി നീട്ടി പരമാവധി രാഷ്ട്രീയ പ്രചാരം നേടാൻ വേണ്ടി കാത്തിരിക്കുന്നത് ന്യായമാണോ? അതോ വെറും മോഹിപ്പിക്കൽ മാത്രമാണോ സംഭവിക്കുന്നത്? ആരവങ്ങൾ കൊണ്ടോ മുനമ്പം സമരപന്തലിലെ ആൾവരവ് കൊണ്ടോ മാത്രം പരിഹരിക്കപ്പെടുന്നതല്ല പ്രതിസന്ധി. മുഖ്യമന്ത്രിയുടെ അധികാര സ്വാധീനവും രാഷ്ട്രീയ പരിചയവും സമവായത്തിന് വഴി തെളിച്ചാലും ഭാവിയിലേക്ക് നീളുന്ന നീരാളി കൈകളെ ഇല്ലാതാക്കാൻ കഴിയുമോ? ഉത്തരത്തേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയരുന്നു. സമരം ആത്യന്തികമായി കേരള സർക്കാരിനും കോൺഗ്രസിനും എതിരെയല്ല എന്നത് മറക്കേണ്ട. വഖഫ് നടപടിക്കെതിരെയാണ്. കോടതിയിൽ എന്നേക്കും നിലനിൽക്കുന്ന പരിഹാരം ഉണ്ടാകണമെങ്കിൽ പോരാടേണ്ടത് വഖഫ് നിയമത്തിനെതിരെയാണ്. വഖഫ് അവകാശവാദത്തിനെതിരെ നിയമം കൊണ്ടാണ്. മുനമ്പത്തെ തലമുറകളെ തൂങ്ങുന്ന വാളിന് കീഴിൽ നിന്ന് രക്ഷിക്കാൻ അനുനയത്തിന്റെ കുറുക്കുവിദ്യകൾ മതിയാവില്ല. വഖഫിനെ മാത്രം പോറ്റുന്ന നിയമവ്യവസ്ഥ ഇല്ലാതാക്കണം. ഇപ്പോഴത്തെ നിലയ്ക്കുള്ള വഖഫ് നീരാളി നിയമം രാജ്യത്ത് പാടില്ല. ഈ പോരാട്ടത്തിൽ നിയമജ്ഞരുടെ വിലയിരുത്തലും മാർഗനിർദ്ദേശവും ക്രൈസ്തവ നേതൃത്വത്തിന് ആവശ്യം. കാരണം സംസ്ഥാനത്തെ മുഖ്യ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഫലത്തിൽ ചതിയുടെ പക്ഷത്താണ്. ആ നിലയ്ക്ക് അട്ടിമറിക്കെതിരെ പോലും കൂടുതൽ ജാഗ്രതയും ഒരുക്കവും സമര നേതൃത്വത്തിന് ഉണ്ടായേ മതിയാകൂ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം